ഹായ് കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. സെയിൽ വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷയാണ്. പക്ഷേ അത്രത്തോളം നമുക്ക് മെസ്സേജും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് ഓടിച്ച് പിടിച്ചെന്ന രീതിയിൽ തന്നെ നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെയിൽ വീഡിയോയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി പ്ലാൻസ് ആയിട്ടില്ല. അതായത് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ട് പെൻഡിങ്ങിലുള്ളവർക്ക് കൊടുക്കാനുള്ള കളക്ഷനൊന്നും ആയിട്ടില്ല. കാരണം അവർ ചോദിച്ച പ്ലാൻസ് ഒന്നും നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ആയിട്ടില്ല. നമ്മളിവിടെ ഇല്ലായിരുന്നു, ചെന്നൈയിലായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ തിരിച്ച് വന്നിട്ട് എല്ലാം ഒന്ന് റൈറ്റ് ടു ട്രാക്കിലായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് പഴയ ഞാൻ ആ മെസ്സേജ് ഒരുപാട് മെസ്സേജൊക്കെ വന്ന് കിടക്കണോണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഫസ്റ്റ് നമുക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ പ്ലാൻസ് കൊടുക്കും. വളരെ കുറച്ച് പ്ലാൻസേ ഉള്ളൂ കേട്ടോ. അതായത് വളരെ കുറച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ട്. എന്നാലും പിന്നെ അതായത് നേരത്തെ ചോദിച്ചവരൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ആദ്യം തരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച കളക്ഷൻസ് ഒന്നും ആയിട്ടില്ല. അതായത് നമ്മുടെ ഈ ഫ്രൈസ് റൈസ്ലാൻഡൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലേറ്റൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് പ്ലാൻസൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ വെച്ചിട്ടുണ്ട്, ഒന്ന് റെഡിയായി വരണം. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇതിൽ വളരെ കുറച്ച് പ്ലാൻസ് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേണ്ടവരൊക്കെ ആ പ്ലാൻസ് വാങ്ങുക. എല്ലാത്തിനും വളരെ അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് വേഗം ഓടിപ്പോയിട്ട് കണ്ടിട്ട് വരാം കേട്ടോ. ഫസ്റ്റ് പ്ലാന്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കക്കടമുല്ലയാണ്. ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കക്കടമുല്ല. ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കക്കടമുല്ല കുറച്ച് അധികം പേര് ചോദിച്ചിരുന്നു. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ കക്കടമുല്ല, ഇതാണ് കക്കടമുല്ലയുടെ ഫ്ലവേഴ്സ് വരുന്നത്. ഫ്ലവേഴ്സ് കാണാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മണവും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു മുല്ലയുടെയാണ്. ഇതാണ് മുല്ലയുടെ ഷേപ്പ് വരുന്നത്. അപ്പോൾ കക്കടമുല്ല വേണ്ടവരൊക്കെ പെട്ടെന്ന് വരിക. കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വെള്ളക്കൊന്നയുടെ നാടനാണ്. നമ്മുടെ കയ്യിൽ വെള്ളക്കൊന്നയുടെ ഹൈബ്രിഡും ഉണ്ട്, നാടനും ഉണ്ട്. നാടന് റേറ്റ് വരുന്നത് 50 റുപ്പീസും ഹൈബ്രിഡിന് റേറ്റ് വരുന്നത് 60 റുപ്പീസും ആണ് കേട്ടോ. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതിലേ തന്നെ പൂക്കും. നാടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരല്പം ഹൈറ്റൊക്കെ വെച്ചിട്ടായിരിക്കും പൂക്കണത്. എന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റ് വേണ്ട. ഞാൻ നിങ്ങൾക്ക് ഇതിൽ നാടൻ പൂത്ത് നിൽക്കുന്ന ഒരു വീഡിയോ അറ്റാച്ച് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഈ ഒരു മണിക്കൊന്നയുടെ ഫ്ലവേഴ്സ്. അപ്പോൾ നമുക്ക് മണിക്കൊന്നയുടെ നാടൻ പൂത്ത വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാടൻ മണിമുല്ലയുടെ, അതായത് മണിമുല്ല അല്ല കേട്ടോ, മണിക്കൊന്ന, വെള്ളക്കൊന്ന എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ നാടൻ വെറൈറ്റിയുടെ ഫ്ലവേഴ്സ് വരുന്നത്. ഒരുപാട് പൂക്കൾ ഉണ്ടാവും. നമ്മുടെ മഞ്ഞക്കൊന്നയുമായിട്ട് നല്ല സാമ്യമുള്ള ഒരു പ്ലാന്റാണ്. പക്ഷെ പൂക്കൾ അതിലേക്കാൾ മനോഹരമാണെന്നുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും അത്രയും സന്തോഷിപ്പിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു വെള്ളക്കൊന്ന എന്ന് പറയുന്നത്. നാടനാവുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, പൂക്കൾക്ക് നല്ല നീട്ടം ഉണ്ടാവും. അതായത് ഒരു കൊല കാണാൻ തന്നെ നല്ല നീട്ടം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നാടൻ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാൻഡ് പെപ്പർ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ 3 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ കൊടുക്കാനുള്ളത് വയലറ്റും അതുപോലെ വൈറ്റും ആണ്. പിങ്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. ആദ്യം ചോദിക്കുന്ന കുറച്ച് പേർക്ക് മാത്രമേ പിങ്ക് തരാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ സൈസ് തന്നെയാണ് 3 പ്ലാന്റിൻ്റെയും, അതായത് വൈറ്റിൻ്റെയും ബ്ലൂവിൻ്റെയും അതുപോലെ പിങ്കിൻ്റെയും ഈ ഒരു സെയിം സൈസൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഒരു ഷോർട്സ് പോലെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് വരുന്നത്. കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഓർക്കിഡ് പോലെ നമുക്ക് അത്രയും അതിൻ്റെ ഫ്ലവേഴ്സ് കാണുമ്പോൾ ഓർക്കിഡുമായിട്ട് നല്ല സാമ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ പൂക്കൾ, അതായത് വൈറ്റിൻ്റെയും അതുപോലെ തന്നെ പിങ്കിൻ്റെയും ബ്ലൂവിൻ്റെത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പൂക്കൾ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വൈറ്റ് പെട്രിയയുടെ ഫ്ലവേഴ്സ് വരുന്നത്. ഓർക്കിഡിൻ്റെ പൂക്കളായിട്ട് വളരെ സാമ്യമുള്ള ഒരു പൂക്കളാണ് പെട്രിയയ്ക്ക് വരുന്നത്. പെട്രിയയുടെ വൈറ്റിന് അത്യാവശ്യം അവൈലബിലിറ്റി കുറവുള്ളത് തന്നെ ഈ ഒരു പ്ലാന്റിന് നല്ല ഡിമാൻഡ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 60 റുപ്പീസിനാണ്. പെട്രിയ 3 കളറും 60 റുപ്പീസിനാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ പിങ്ക് പെട്രിയ. ഇത് സത്യത്തിൽ പെട്രിയ ഫാമിലി അല്ല, കോഞ്ചിയ എന്ന് പറയുന്ന ഒരു ഫാമിലിപ്പെട്ട പ്ലാന്റാണ്. പക്ഷേ പെട്രിയ പിങ്ക് എന്നാണ് ഇതിനെ കൂടുതലും പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ലെമൺ വൈൻ പ്ലാന്റ് ആണ്. ലെമൺ വൈൻ പ്ലാന്റ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാണല്ലേ ഉള്ളത്.
നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല നമുക്ക് പൂക്കൾ വേണമെന്നുള്ളവർക്ക് പൂക്കൾക്ക് വേണ്ടിയിട്ട് വളർത്താം. അതുപോലെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെയും വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. പല സൈസിലുള്ള പ്ലാന്റ് ആണ്. നമുക്ക് റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. പിന്നെ ചിലത് ബുഷി ആയിരിക്കും, ചിലത് ഹൈറ്റുള്ള ഒറ്റ ശിഖരമുള്ള പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഇത് പലർക്കും പലതായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് അച്ചാറിടാനും അതുപോലെ വൈൻ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഫ്ലവേഴ്സാണ് അത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് കണ്ടിട്ട് വരാം. അടുത്തായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മണിക്കൊന്നയാണ്. മണിമുല്ലയാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്ന അത്രയും ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ് മണിമുല്ല. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ഇവിടെ പൂത്തതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ള പ്ലാന്റ്. ഒരു പ്ലാന്റായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇവരൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് വളർന്ന് പരസ്പരം അങ്ങോട്ട് പടർന്ന് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. 60 രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂക്കളൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ മണിമുല്ലയുടെ പൂക്കൾ. വളരെ ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഈ ഒരു മണിമുല്ലയ്ക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത പ്ലാന്റ് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗാർലിക് വൈനാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ സൈഡിലേക്ക് കൊടുക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പാമ്പ് വരില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ കേട്ടോ. അപ്പോൾ അറിയാത്തവർക്കൊക്കെ അതൊരു ഇൻഫർമേഷൻ ആവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ സൈഡിൽ കൊടുക്കാം. ഒരു വെളുത്തുള്ളിയുടെ ഗന്ധമാണ് ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും ഉള്ളത്. പക്ഷേ പൂക്കൾ പറയാതിരിക്കാൻ വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 45 റുപ്പീസാണ്. 45 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് കണ്ടിട്ട് വരാം. അടുത്തായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറൊരു പ്ലാന്റും അല്ല, നമ്മുടെ ഈ ഒരു പ്ലാന്റാണ്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് പണ്ടൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്നൊരു പ്ലാന്റ് ആയിരുന്നു. പക്ഷേ സത്യം പറയാമല്ലോ ഇതിപ്പോൾ എവിടെ അങ്ങനെ കാണാനില്ല. അതുകൊണ്ട് തന്നെ നല്ല റേറ്റും ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന്. നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് 50 റുപ്പീസിനാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം അതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പറാണ്. നമുക്ക് ഒരുപാട് സ്ഥലം ഇല്ലാത്തവർക്കും ഈ ഒരു ക്രീപ്പർ ഒതുക്കി വളർത്താൻ പറ്റും. നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സാണ്. ഇതിൽ ആ ഒരു ഓറഞ്ച് കളർ അത്ര അറിയുന്നില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ കുത്തി പുതിയ തൈകളാക്കി പിടിപ്പിക്കാനും പറ്റും. നല്ല രീതിയിൽ തന്നെ പിടിപ്പിച്ചെടുക്കാനും പറ്റുന്നൊരു പ്ലാന്റാണ്. ലോ മെയിൻ്റെനൻസ് ആണ്. എപ്പോഴും വെള്ളം ഒഴിക്കണമെന്നൊന്നും നിർബന്ധമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് വാങ്ങുക. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് കണ്ടിട്ട് വരാം. അടുത്ത പ്ലാന്റ് വന്നിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ യെല്ലോ മെലസ്റ്റോമയാണ് കേട്ടോ. യെല്ലോ മെലസ്റ്റോമയുടെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്, ഇതിന് അത്യാവശ്യം വെയിലൊക്കെ വേണ്ട ഒരു പ്ലാന്റാണ്. ദിവസവും നനച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റ് കൂടെയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ ഇതിൻ്റെ വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് തപ്പിപ്പിടിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ വലിയ ലോഡ്, അതായത് വലിയ പ്രൊപ്പഗേഷൻ വെച്ചിരിക്കുന്ന വലിയ ഏരിയയിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഉടനെ തന്നെ റെഡി ആകുമ്പോൾ എല്ലാവർക്കും തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കിതിൻ്റെ യെല്ലോ മെലസ്റ്റോമയുടെ റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. ഇതിൽ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയതാണ് കേട്ടോ. മിക്കതിലും എല്ലാത്തിലും അല്ല കേട്ടോ. പിന്നെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞോ എന്നറിയില്ല, 50 റുപ്പീസാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു യെല്ലോ മെലസ്റ്റോമയുടെ ഫ്ലവേഴ്സ് വന്നിട്ട് നല്ല ഡിമാൻഡായിട്ട് പോകുന്ന പ്ലാന്റാണ്. എല്ലാവരും നല്ല റേറ്റിനാണ് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 60 റുപ്പീസാണ് കേട്ടോ. നമുക്ക് ഓരോ തവണ റെഡി ആവുന്നതനുസരിച്ച് നമ്മുടെ ചിലവുകളൊക്കെ മാറുന്നതനുസരിച്ചാണ് പ്ലാന്റ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു മെഡിനില പ്ലാന്റാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു മെഡിനില പ്ലാന്റിൻ്റെ വെറൈറ്റീസൊക്കെ കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഈ തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതുപോലെ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. 50 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലവേഴ്സ് ഒന്ന് കണ്ടിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മെഡിനിലയുടെ ഫ്ലവേഴ്സ് വരുന്നത്. മുന്തിരിക്കുലകളുടെ ഒരു സാമ്യം നമുക്ക് തോന്നുന്നൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഒട്ടും മിസ് ചെയ്യാതെ എല്ലാവരും വാങ്ങുക. സീസണലല്ല, എപ്പോഴും ഫ്ലവേഴ്സ് വരുന്ന ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടോ.
അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് എല്ലാവരും കാത്തിരിക്കണം നമ്മുടെ ലിപ്സ്റ്റിക് വെറൈറ്റിയാണ്. ഇത് നമ്മുടെ റെഡാണ്. നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ഗാർഡനിൽ പൂത്ത് നിൽക്കുന്നത് റെഡാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ചെന്നൈയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് പോലും ഈ പൂക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് സുന്ദരിയായിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് റെഡ് ഉണ്ട്, അതുപോലെ വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ടൈഗർ ലിപ്സ്റ്റിക് ഉണ്ട്, അതുപോലെ പിങ്ക് ലിപ്സ്റ്റിക് ഉണ്ട്. എല്ലാം നല്ല വെറൈറ്റീസാണ്, നല്ല ഭംഗിയുള്ളതാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർ, ഹാങ്ങിങ്ങിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും നിങ്ങളുടെ കളക്ഷനിൽ ആഡ് ചെയ്യേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റെഡ് വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് പിങ്ക് ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ പേഴ്സണലി എനിക്കിഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ ഈ ഒരു പിങ്ക്. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ കാണാനായിട്ട്. റെഡ് എനിക്ക് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് റെഡ് കണ്ട് ശീലിച്ചുകൊണ്ടാണോ എന്ന് അറിഞ്ഞില്ല, പിങ്ക് അതിൻ്റെ പൂ തരാൻ കുറച്ച് ലേറ്റായി പോയിരുന്നു. പൂക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പിങ്കിനോടാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ പിങ്ക് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടം വൈറ്റാണ് കേട്ടോ. വൈറ്റിൽ ഇഷ്ടമാതിരി കുഞ്ഞു കുഞ്ഞ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് വൈറ്റ് ഒരുപാട് ഇഷ്ടമാണ്. പിങ്കിൻ്റെ ഒരു കളർ നോക്കിക്കുക, ഗ്രീൻ കളറിലെ ലീവ്സിൻ്റെ ഇടയ്ക്ക് ആ പിങ്ക് ഫ്ലവേഴ്സ് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ട് വാങ്ങേണ്ട ഒരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു സുന്ദരിക്കുട്ടി. അപ്പോൾ ഇവരുടെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അതായത് പിങ്കിന് 40 റുപ്പീസാണ്, വൈറ്റിനും 40 റുപ്പീസാണ്, ടൈഗർ ലിപ്സ്റ്റിക്കിന് 40 റുപ്പീസാണ്, റെഡിന് വരുന്നത് 35ഉം ഓറഞ്ചിന് വരുന്നത് 30 റുപ്പീസുമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റെഡ്, ഇതാണ് നമ്മുടെ റെഡിൻ്റെ ആ ഒരു അകത്ത ഭാഗം വരുന്നത്. നല്ല ഭംഗിയാണ്, റെഡും കാണാനായിട്ട് സുന്ദരി തന്നെയാണ്. 35 റുപ്പീസാണ് റെഡിൻ്റെ പ്ലാന്റിന് വരുന്നത്. നമ്മൾ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത്. ഇതാ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് വന്നിട്ട് റെഡാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം ഇതിൽ 2 മുട്ട് വന്നിട്ടുള്ളത്. ഇത്ര ചെറുതിലേ തന്നെ മുട്ടുകളൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ കാണുന്നൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ള പ്ലാൻസ്. ഇതുപോലെ ജിഫിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ലിപ്സ്റ്റിക് പ്ലാന്റിന് ഒരുപാട് വെള്ളത്തിൻ്റെയും വെയിലിൻ്റെയും ഒന്നും ആവശ്യം അധികം ഇല്ല. ഇതാണ് നമ്മുടെ ടൈഗർ ലിപ്സ്റ്റിക്ക്. ലീഫിൽ തന്നെ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ടൈഗർ ലിപ്സ്റ്റിക്ക്. കണ്ടില്ലേ അതിൻ്റെ അടിഭാഗവും അതുപോലെ മേൽഭാഗവും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിലെ ഫ്ലവേഴ്സിനേക്കാൾ എനിക്കിഷ്ടം ഇതിൻ്റെ ലീഫാണ്. അപ്പോൾ ലീഫി പ്ലാന്റായിട്ട് വരെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതാ ഈ കാണുന്നതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത്. ഏകദേശം ഈ സൈസൊക്കെ തന്നെയാണ് പ്ലാന്റിന് ഉണ്ടാവുന്നത്. അപ്പോൾ റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. വൈറ്റിനും ഒന്നുകൂടെ പറയുകയാണ്, വൈറ്റിനും പിങ്കിനും അതുപോലെ തന്നെ ടൈഗർ ലിപ്സ്റ്റിക്കിനും 40 റുപ്പീസാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, ഓറഞ്ചിനും റെഡിനും, അതായത് ഓറഞ്ചിന് വരുമ്പോൾ 30 റുപ്പീസും റെഡിന് വരുമ്പോൾ 35 റുപ്പീസുമാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരാനുള്ളത് കേട്ടോ. നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് കണ്ടിട്ട് വരാം. ഇത് ഈ കാണുന്നതാണ് ഓറഞ്ച് പിങ്കിൻ്റെ തൈകളൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതാണ് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടാണ് കാണിക്കുന്നത്. പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ തൈ ഏകദേശം ഈ നീളമൊക്കെ വരും. ചിലത് ഇതിലും ചെറുതായിരിക്കും, ചിലത് ഇതിലും വലുതായിരിക്കും, ചിലത് ഈ ഒരു സൈസൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ റൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല പ്ലാന്റ്സ് ആണ്. ഇത്തവണ നമ്മൾ കുറച്ചും കൂടി ജിഫിയിലെ പ്ലാന്റ്സ് അവൈലബിൾ ആക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ സൈസ് വരുന്നത്. ഏകദേശം ഈ സൈസാണ് ഓറഞ്ച് ലിപ്സ്റ്റിക്കിനുള്ളത് കേട്ടോ. എല്ലാം ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ള പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാങ്ങാം. ലിപ്സ്റ്റിക് പ്ലാന്റൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ്. എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ നല്ല റേറ്റിൽ എല്ലാവരും കൊടുക്കുന്ന, സെല്ലേഴ്സൊക്കെ നല്ല റേറ്റിൽ കൊടുക്കുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഒന്ന് കണ്ടിട്ട് വരാം. അടുത്തതായിട്ട് നമ്മൾ സെയിലിന് വെക്കുന്നത്, ഒരുപാട് പേര് ചോദിക്കുന്നു യെല്ലോ ഹോയ കൊണ്ടുവരൂ, ഞങ്ങൾക്ക് കുറേ പേർക്ക് കിട്ടിയില്ല എന്ന്. അപ്പോൾ ഈ തവണ നമ്മൾ കുറച്ച് കൂടുതൽ യെല്ലോ ഹോയ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഹോയ വെറൈറ്റീസിൽ യെല്ലോയുടെ ലീവ്സിന് നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് തോന്നും ഇത് ഹോയ ആണോ എന്ന്. അങ്ങനത്തെ ഒരു ലീഫാണ് കേട്ടോ ഇതിന് വരണത്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ സൈഡിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ ഇതിൻ്റെ ഫ്ലവർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. പക്ഷേ ഫ്ലവേഴ്സ് വീഡിയോയിൽ എത്രമാത്രം അത് ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ്.
നമ്മൾ കൊടുക്കാൻ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം പ്ലാന്റ്സ് നമുക്ക് ഈ തവണ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ യെല്ലോ ഹോയയുടെ ഫ്ലവേഴ്സ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതുപോലെ സ്മെല്ല് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു യെല്ലോ ഹോയ എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു നക്ഷത്ര കമ്മൽ പോലെ അടുക്കി വെച്ച പോലെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. റൗണ്ട് ഷേപ്പിലാണ്. ഇതിലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ പൊഴിഞ്ഞു പോയി. കുറച്ചും കൂടെ ബഞ്ചായിട്ടായിരുന്നു ഇതിൻ്റെ ഫ്ലവേഴ്സ്. പക്ഷേ കുറച്ച് ഫ്ലവേഴ്സൊക്കെ പോയി കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഹോയയിൽ പെട്ടെന്ന് പൂക്കുകയും ഒരേ സമയം ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയിൽ ഒന്നാണ് ഈ ഒരു യെല്ലോ ഹോയ. ഉറപ്പായിട്ടും നിങ്ങളുടെ കളക്ഷനിൽ വേണ്ടതാണ്. ഒരുപാട് ഹോയ വേണം, ഹോയ വളർത്തിയിട്ട് പൂക്കൾക്ക് വേണ്ടി ഒരുപാട് നാൾ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ഹോയ നിങ്ങൾക്കുള്ളതാണ്. ഇത് പെട്ടെന്ന് തന്നെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ചെറുതിലേ തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു ഹോയ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹോയയുടെ തന്നെ വൈറ്റാണ്. ഹോയ വൈറ്റാണ്. ഈ ഒരു പ്ലാന്റാണ് നമ്മൾ ഇതുപോലെ ജിഫിയിൽ വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഏകദേശം ഈ ഒരു സൈസ് ഉണ്ടാവും. ചിലത് 2 ലീഫൊക്കെ ആയിരിക്കാം, ചിലത് ഇത്രയും ബുഷി ആയിരിക്കാം. അത് നമ്മൾ എടുത്ത് വെക്കുന്ന കട്ടിങ്സിൻ്റെ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ പലർക്കും പല ഷേപ്പിലും പല ബുഷിയായിട്ടുള്ളതും അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടണത്. ഇത് ഒരുപാട് പൂക്കൾ തരുന്നതാണ്. അതിന് ഉദാഹരണമാണ് ഇതെൻ്റെ ചെറിയൊരു മദർ പ്ലാന്റ് ആണ്. കണ്ടില്ലേ, ഇഷ്ടംമാതിരി പൂക്കൾ ഇതിലുണ്ടായിട്ടുണ്ട്. പൂക്കൾ ഉണ്ടായതിൻ്റെ തിരിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരി പോലെ ഇങ്ങനെ വന്നിട്ട് അതിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. സാധാ ചെടികളുടെ പൂക്കൾ വന്ന ഭാഗം കട്ട് ചെയ്ത് കളയുന്നത് പോലെ ഈ ഒരു ഹോയയുടെ ഒരിക്കലും കളയാൻ പാടില്ല. ഈ പൂക്കൾ വന്ന ആ ഒരു നാമ്പിൽ തന്നെ പിന്നെയും പൂക്കൾ ഉണ്ടാകും എന്നത് ഈ ഒരു ഹോയ വെറൈറ്റീസിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വൈറ്റ് ഹോയയുടെ ഫ്ലവേഴ്സ് വരുന്നത്. യെല്ലോ ഹോയ, അതായത് മറ്റേതൊരു ഹോയയും സംബന്ധിച്ചിടത്തോളം ഇതിന് സ്മെല്ല് കുറച്ച് കൂടുതലാണ് കേട്ടോ. നമ്മൾ ദൂരേന്ന് ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി വെറൈറ്റിയൊക്കെ കൂടുതലും അടുത്തടുത്ത് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. അതായത് എല്ലാ ഇലയുടെ തണ്ടിൽ നിന്നും ഇതിൽ പൂക്കൾ വരാറുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാം, അടുപ്പിച്ചടുപ്പിച്ച് കൊല പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും. കുറഞ്ഞത് 25 വർഷം വരെയൊക്കെ ആയുസുള്ളൊരു പ്ലാന്റാണ് ഹോയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു വർത്ത് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ വെറും 60 റുപ്പീസാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിന് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് പറയുക. യെല്ലോയുടെ അത്രയും പ്ലാന്റ് നമുക്കില്ല, എന്നാലും കുറച്ചധികം പ്ലാന്റ്സ് നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഒരുപാട് പേര് ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു സുന്ദരിപ്പെണ്ണാണ്. നമ്മുടെ കിഡ്നി പ്ലാന്റ് ആണ്. നല്ലൊരു റെയർ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നിങ്ങളുടെ കളക്ഷനിൽ ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഗാർഡനിൽ ഒരു എന്താ പറയുക, മറ്റൊരു ഗാർഡനിൽ നിന്നും നമ്മുടെ ഗാർഡനിൽ ഒന്ന് വ്യത്യസ്തമാക്കാനൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി പ്ലാന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൽ കിഡ്നി പോലൊരു ഇതുണ്ടാവും, അതുപോലെ തന്നെ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ആ തൊട്ട് കാണിച്ച സ്ഥലത്തൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്, നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ. നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലവേഴ്സ് ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു കിഡ്നി പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് വന്നിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട്. ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. ഈ കാണുന്ന പോലെ നല്ല നിറച്ച് പൂക്കൾ തരും ഈ ഒരാൾ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഹണിസക്കിൾ പ്ലാന്റ് ആണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഒരേ സമയം ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും സ്ഥലമില്ലാത്തവർക്ക് വെട്ടിക്കൊടുത്ത് ബുഷിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് റൂട്ടൊക്കെ വന്ന് ഈ ഒരു പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 50 റുപ്പീസാണ്, 50 രൂപയാണ്. ഇതിനെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ സ്മെല്ല് തന്നെയാണ്. പൂക്കൾക്ക് അപാര സ്മെല്ലാണ്, അതും നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. നമുക്ക് ഫീൽ ചെയ്യാനേ തോന്നും, അത്ര നല്ല സ്വീറ്റ് ആയിട്ട് ഉള്ളൊരു സ്മെല്ലാണ്. നിങ്ങളത് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ അത്രയും നമുക്കത് നമ്മുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്ത് തരാൻ പറ്റില്ല. അപ്പോൾ അത്രയും നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സിന് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോയിൽ പോലെ തന്നെ 3 കളറിലെ പൂക്കളാണ് ഉണ്ടാവുന്നത്. അതായത് ഒരു പൂ തന്നെ 3 കളറിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇതാണ് നമ്മുടെ ഹണിസക്കിളിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. ഒരു തണ്ടിൽ അപ്പുറം ഇപ്പുറമായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും, ഇഷ്ടമാതിരി പൂക്കൾ ഉണ്ടാവും. സീസണൽ അല്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. നിങ്ങൾക്ക് എപ്പോഴും പൂക്കൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ ലോൺ മെയിൻ്റെനൻസ് ആയിട്ടുള്ള പ്ലാന്റ് കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് കണ്ടിട്ട് വരാം. അടുത്തതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്രിപ്റ്റാന്തസ് വെറൈറ്റി ആണ്, ചോക്ലേറ്റ് ക്രിപ്റ്റാന്തസ്. നമുക്ക് 2 വെറൈറ്റി ഓഫ് ക്രിപ്റ്റാന്തസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലൊന്നാണ് ഈ ഒരു
പ്ലാന്റ്. നല്ല ഭംഗിയാണ്, നല്ല ചോക്ലേറ്റ് കളറാണ്, നല്ല രസമാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ. ഇതുപോലെ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ തരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഇരിക്കുന്ന പ്ലാന്റൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. അതായത് ചോക്ലേറ്റ് ക്രിപ്റ്റാന്തസിൻ്റെ റേറ്റ് 50 റുപ്പീസാണ്. വേറൊരു വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ്. ഇതിന് 200 എബോ ആണ് നമുക്ക് നേഴ്സറിയിലൊക്കെ വാങ്ങുന്നത്. ചെറിയൊരു പോട്ടിൽ വെച്ചതിന് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. 50 റുപ്പീസാണ് ഈ ഒരു ക്രിപ്റ്റാന്തസിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് വളരെ മെയിൻ്റെനൻസ് കുറവായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അധികം വെയിലൊന്നും ഇല്ലാത്തടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് തൈകളുണ്ടാവും. അടുത്തത് ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതും നല്ല ഭംഗിയുള്ളതാണ്. ഈ കാണുന്നതാണ് മറ്റൊരു വെറൈറ്റി. ഇതൊരു എന്താ പറയുക, ഒരു ക്രീം കളറാണ്. ക്രീമും ഒരു ഒനിയൻ പിങ്കും കൂടെ ചേരുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്നേക്കാൾ ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാനായിട്ട്. വീഡിയോയിൽ അത്രമാത്രം അതിൻ്റെ ഭംഗി അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കണത്. ഇപ്പോൾ നമ്മൾ അയച്ചിട്ട് ട്രാൻസിസ്റ്റിലെ പ്രശ്നം കൊണ്ട് ജിഫിയിൽ നിന്ന് അത് പോരുവാണെങ്കിൽ, റൂട്ടോടെ പോരുവാണെങ്കിൽ പേടിക്കേണ്ട. ഒന്നെങ്കിൽ അത് പോട്ടിലോട്ട് മാറ്റുക, ഇല്ലെങ്കിൽ റൂട്ടിൽ നിന്ന് വിട്ടു പോരുകയാണെങ്കിൽ അതിൽ തന്നെ ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ 1 വീക്ക് ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ റൂട്ടായി കിട്ടും. അത്രയും ഈസി ആയിട്ടുള്ള ഒരു പ്രൊപ്പഗേഷനാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. മറ്റേ ക്രിപ്റ്റാന്തസിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 50 റുപ്പീസാണ് കേട്ടോ. ഈ ഇരിക്കുന്ന തന്നെയാണ് പ്ലാന്റ് വരുന്നത്. പലതും പല സൈസായിരിക്കും. ഇതാണ് ഒരു ഏകദേശം, അതായത് ചിലപ്പോൾ ഇത് ഇത്രയും വലുതൊക്കെ ആകാം കേട്ടോ. അടുത്തത് നമ്മുടെ ഈ ഒരു സിങ്കോണിയാണ്. നാരോ സിങ്കോണി എന്നാണ് പറയുന്നത്. നല്ലൊരു വെറൈറ്റി സിങ്കോണിയാണ്. സിങ്കോണിയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇൻഡോർ വെക്കാൻ പറ്റുന്നതൊക്കെ കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഇത് മിനിയേച്ചറാണ്. ഇതിങ്ങനെ തന്നെ നിൽക്കുള്ളൂ. കുറ്റിയായിട്ട് വളർന്നിട്ട് ഒരുപാട് നീളം വെക്കില്ല. ലീഫൊക്കെ ഇത്രയും കുഞ്ഞതായിരിക്കും. അതിനോടാണ് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ നോക്കിയിട്ട് എല്ലാവരും പറയുന്നത് നാരോ ആയിട്ടുള്ള മിനിയേച്ചർ ആയിട്ടുള്ളത് മതി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ് കേട്ടോ. 40 രൂപയാണ്. നല്ല പ്ലാന്റാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ്. ഒരു 3 ടൈപ്സ് ഓഫ് സിങ്കോണിയം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു വെറൈറ്റി. 40 റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയാണ്. 3 കളേഴ്സാണ് ഇതിൽ വരുന്നത്. അതായത് വെയിൻസ് വരുന്നത് പിങ്ക് വെയിൻസ് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ നടുക്കൊരു ക്രീം കളറും പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ഗ്രീൻ കളറും വരുന്നുണ്ട്. അപ്പോൾ 3 കളറാണ്, ക്രീമും ഗ്രീനും അതുപോലെ ഒരു പിങ്ക് വെയിൻസും ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് 40 റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നിങ്ങൾക്കൊരു ചെറിയ പോട്ടിലൊക്കെ ഒരു ചെറിയ കഷ്ണം കിട്ടിയാൽ പോലും നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സിങ്കോണിയം എന്ന് പറയുന്നത്. ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കും. വല്ലാണ്ട് അങ്ങനെ പടർന്നു പോകുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ. അങ്ങനത്തെ പ്ലാന്റ് അല്ല. ഇതിൻ്റെ ലീഫ് ഒന്നും വലുതാവില്ല, ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ്. ഇതുപോലെ ജിഫിയിലെ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കണത്. അടുത്തതും ഒരു നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് സ്റ്റാർലൈറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്. സിങ്കോണിയത്തിൽ ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. വീഡിയോയിൽ അത്രയും ഇതിൻ്റെ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും സുന്ദരിയാണ് ഇവൾ. അത്രയും ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. ഇതിപ്പോൾ ഇച്ചിരി ബുഷിയാണ്. ഇത് സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്ലാന്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. ഈ ഒരു സ്റ്റാർലൈറ്റ് സിങ്കോണിയത്തിന് നമ്മൾ കൊടുക്കുന്നത് 50 റുപ്പീസിനാണ്. ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബുഷിയാക്കി എടുക്കാം. ഒരു 1 മന്ത് കൊണ്ടൊക്കെ തന്നെ ഇതിലും ബുഷിയായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടും. നമ്മളിത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ വെച്ചിട്ട് ഈ ഒരു ജിഫി ബാഗിൽ. അപ്പോൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. വേണ്ടവരൊക്കെ പെട്ടെന്ന് വാങ്ങാൻ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ഒരു സിങ്കോണിയം. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് കണ്ടിട്ട് വരാം. എല്ലാവരും നോക്കിയിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത്. വേറെ ആരും അല്ല, നമ്മുടെ ക്രിസ്മസ് കാക്ടസ് ആണ് അടുത്ത ആൾ. ഏകദേശമൊക്കെയുള്ള സൈസാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ സൈസൊക്കെയാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് കാണിക്കുമ്പോൾ ആൾക്കാർ പറയുമോ ഇത്രയും വലിപ്പം ഇല്ലല്ലോ. പലതും പല സൈസായിരിക്കും. നമ്മൾ വെക്കുമ്പോൾ അതിന് ശിഖരം വരുന്ന രീതിയിലായിരിക്കും കേട്ടോ. നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ കുത്തി വയ്ക്കും. അതിൽ ചിലത് പിടിക്കും, അതിൽ നല്ല രീതിയിൽ പോകുന്ന പ്ലാന്റ് ഉണ്ടാവും. അതായത് പെട്ടെന്ന് പലതും പല വെറൈറ്റിയാണ്. 5 വെറൈറ്റീസ് നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളവരൊക്കെ വാങ്ങുക. ഇതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. പലതും കണ്ടില്ലേ, ഇപ്പോൾ കാണിച്ചില്ലേ, പലതും പല സൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാവേ.
അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് കാക്ടസ് കൊടുക്കാനുള്ള കളേഴ്സ്. ഇത് നമ്മുടെ നല്ല രീതിയിലൂടെ പൂക്കണത് ഒരു പ്ലാന്റ് തന്നെയാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ട് മിക്സ് മാത്രം മതി. നല്ല ഭംഗിയുള്ളൊരു മജന്ത കളറുണ്ട്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറുണ്ട്, വൈറ്റ് ഉണ്ട്, അതുപോലെ ഒരു പീച്ച് കളറുണ്ട്. പിന്നെ ഉള്ളതൊരു ലാവൻഡർ, ഒരു ഫുള്ളി ലാവൻഡർ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണുള്ളത്. അത് നമുക്ക് വിരിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കളറും കൂടെ ഉണ്ട്. മൊത്തം 5 കളറാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നമ്മുടെ ഗാർഡനിൽ ഒരു കുട്ടി താമര പോലെ ഇവിടെ നിൽക്കും. നല്ല ഷൈനായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. എനിക്ക് നല്ല രീതിയിൽ ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് തന്നെയാണ്. കുറച്ചൊന്ന് നമ്മൾ കെയറിങ് നോക്കിയാൽ മതി. അതായത് കൂടുതൽ കെയർ ചെയ്യാൻ പോകണ്ട, വേറെ കാര്യമൊന്നുമില്ല. ഒരുപാട് വെള്ളത്തൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്നൊന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മുടെ റൗണ്ട് ഡിഷീഡിയാണ്. ഇതൊരു കുറച്ച് പേര് ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു 5-6 പേർക്ക് തരാനുള്ളതേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ റേറ്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 30 റുപ്പീസാണ്. ഇതിലൊരു ക്രീം കളറിലെ പൂക്കൾ ഉണ്ടാവും. നമ്മുടെ കിഡ്നി പ്ലാന്റിൽ ഉണ്ടാവുന്ന പൂക്കളില്ലേ, അതുപോലെ തന്നെ കളർ ഒരു ക്രീം കളറായിരിക്കും എന്ന് മാത്രം. നല്ല ഭംഗിയുള്ളതാണ് ഈ ഒരു പ്ലാന്റും. നമുക്ക് ഹാങ്ങിങ് വെറൈറ്റീസ് ഒക്കെ കുറേ കൊണ്ടുവരാൻ പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഹാങ്ങിങ് വെറൈറ്റീസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത്. വേറൊരു ഹാങ്ങിങ് വെറൈറ്റി കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയൊരു പ്ലാന്റാണ്. നമ്മുടെ സ്ട്രിങ് ഓഫ് ഹാർട്ട് എന്ന് പറയും. നമുക്ക് ആർക്കെങ്കിലും പ്രസൻറ്റ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതായത് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പ് വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പാണ്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് ഈ ഒരു ഹാർട്ട് ഷേപ്പ് പ്ലാന്റ്. നല്ല ഭംഗിയാണ്. ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ വളർത്തിയിട്ട് നന്നായിട്ട് സ്പീഡിൽ തന്നെ പിടിച്ചു കിട്ടും. അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത 100% സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് കൂടെയാണ്. പക്ഷേ കുറച്ച് റേറ്റുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ ഈ ഒരു സൈസുള്ള ജിഫിയിലെ പ്ലാന്റിന് ചാർജ് ചെയ്തിട്ടുള്ളത് 40 റുപ്പീസാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ജിഫിയിലുള്ള പ്ലാന്റിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. കാരണം ഈ ജിഫിക്ക് നമ്മൾ റേറ്റ് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളുമായിട്ടൊരു സന്തോഷം പങ്കുവെക്കാനുണ്ട്, വേറെ ഒന്നല്ല. ഈ വീഡിയോ നീതു മധുസ് വേൾഡിലെ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ലോട്ടസാണ്. ഇതാ പൂത്തു കേട്ടോ. ചെന്നൈയിൽ പോയി വന്നപ്പോൾ എനിക്കൊരു സന്തോഷമായിട്ട് ഇവളിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നിത്യകല്യാണിയാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഈ നിത്യകല്യാണി. അതായത് വിങ്ക റോസ്, ശവനാരിപ്പൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊച്ചാക്കുന്നവരുണ്ട്. അതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി ഇതിൻ്റെ പ്ലാന്റ് തരാനുണ്ടാവുമോ എന്ന്. ഇപ്പം നമുക്കൊരു 10 പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ആയിട്ടുണ്ട്. വെറും 10 പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ആദ്യം ഓർഡർ ചെയ്യുന്ന 10 പേർക്ക് മാത്രമേ ഈ ഒരു പ്ലാന്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല സുന്ദരിയാണ്, നല്ല ഭംഗിയാണ്. വെള്ള കളറിൽ വന്നിട്ട് ഒരു ചുവന്ന ഒരു മജന്ത ചേർന്ന ചുവപ്പ് കളറിലൊരു പൊട്ട് കുത്തി നിൽക്കുന്ന ഒരു സുന്ദരി പെണ്ണാണ്. അപ്പോൾ ഇവളുടെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ലോറ പെറ്റാലം ആണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു പ്ലാന്റാണ് ലോറ പെറ്റാലം. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇല്ലാത്തപ്പോൾ പോലും ഇത് കാണാൻ വളരെ മനോഹരമാണ്. അതായത് ഇതിൻ്റെ ലീവ്സിന് നല്ല ഒരു ബർഗണ്ടി കളറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനും നല്ല രസമാണ്. നല്ല ഡാർക്ക് മജന്ത കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടെയാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ സൈഡിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്നൊന്ന് കണ്ടിട്ട് വരാവേ. അടുത്തായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു റൂബി പ്ലാന്റ് അഥവാ ചീരച്ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ബോർഡർ ഗ്രാസ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നമുക്കൊരു വലിയ സ്ഥലത്ത് ബോർഡർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് ഒരു ഗ്രീൻ കളറിലെ പ്ലാന്റും കൂടെ കോംബോ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് വെയിൽ കൂടുന്നിടത്ത് വെക്കുക, അപ്പോഴാണ് നല്ല കളർ ഉണ്ടാവുന്നത് കേട്ടോ. വെയിൽ കൂടുമ്പോൾ നല്ല ഭംഗിയിൽ ഇതിൻ്റെ കളർ കൂടുതലായിട്ട് വരും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ വെച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 3 രൂപയാണ്. ഇത് വളരെ കുറച്ചായി വരുന്നു നമ്മുടെ കയ്യിൽ. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാടായിട്ട് ചോദിച്ചാൽ തരാനുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഒരു 10 ഒക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു വലിയ പ്ലാന്റ് ഒറ്റയ്ക്കേ വെക്കുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കട്ടിങ്സ് എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ഓക്കെ. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഓരോ പ്ലാന്റൊക്കെ ആയിട്ട് ഇങ്ങനെ 10, 15 അങ്ങനെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരാനുണ്ടാവില്ല. അപ്പോൾ 3 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് അത്രയും പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ.
പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മിനിയേച്ചർ പാമാണ്. ഇത് നമ്മുടെ നോർമൽ പാമിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇതിൻ്റെ ലീവ്സിനൊക്കെ. ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇത് നോർമൽ പാമാണോ എന്ന്. അല്ല കേട്ടോ, ഇത് പ്രത്യേക തരം പാമാണ്. ഇതിൻ്റെ ലീവ്സിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇതിന് അത്യാവശ്യം റേറ്റും ഉള്ളൊരു വെറൈറ്റിയാണ്. നമ്മളിതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് ചാർജ് ചെയ്യുന്നത് 50 റുപ്പീസാണ്. 50 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു 1 മന്തൊക്കെ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്തൊക്കെ കൊണ്ട് തന്നെ ബുഷിയാക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. ഇതിന് പൊക്കം വെക്കില്ല. പൊക്കം വയ്ക്കുന്ന പ്ലാന്റ് ആണോ എന്ന് ചോദിക്കരുത്, പൊക്കം വെക്കില്ല. ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ. ബുഷിയായിട്ട് വളരുമെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലിവിങ് റൂമിൽ അതുപോലെ സിറ്റ് ഔട്ടിൻ്റെ ഒരു കോർണറൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ 50 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മറ്റാരുമല്ല, നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ആണ്. വൈറ്റ് ബ്ലീഡിങ് ഹാർട്ടാണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഇത് സീസണൽ അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കണം. ഈ വലിപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് ഒന്ന് വളയ്ക്കും. അതായത് പാക്ക് ചെയ്യുമ്പോൾ ഒന്ന് വളച്ച് വയ്ക്കും. കാരണം നമുക്ക് പാക്കിങ് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നീളമൊക്കെ കൂടുന്തോറും നമ്മുടെ പാക്കിങ്ങിൻ്റെ റേറ്റ് മാറും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം അഫോർഡബിൾ ആയിട്ട് തരാൻ നോക്കുമ്പോൾ നമുക്കതൊന്ന് വളയ്ക്കും. ചിലപ്പോൾ നമ്മളതിന് കട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഹൈറ്റൊക്കെയാണ് ഈ പ്ലാന്റിന്. മാക്സിമം നമ്മളിത് വളച്ച് വെച്ചിട്ട് പാക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. വൈറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് കാണാനായിട്ട്. അതുപോലെ ഇത് സീസണിലും അല്ല, അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് കാണാം. അടുത്തായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വെള്ളക്കൊന്നയുടെ ഹൈബ്രിഡാണ്. അത് ഞാൻ പറഞ്ഞിരുന്നു. 60 റുപ്പീസാണ് വരണത്. ഫ്ലവേഴ്സ് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതാണ് സൈസ് വരണത് കേട്ടോ. ഇത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. വെള്ളക്കൊന്നയുടെ ഹൈബ്രിഡാണ് എല്ലാവർക്കും താല്പര്യം. നാടനും ചിലർ ചോദിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്തവണ നാടനും കൊണ്ടുവന്നിട്ടുണ്ട്, ഹൈബ്രിഡും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്ലാന്റ് കണ്ടിട്ട് വരാം. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ പാഷൻ ഫ്ലോറയാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഞാനിതിൽ അറ്റാച്ച് ചെയ്യാം. അതുപോലെ ഫ്ലവേഴ്സിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതൊരു ഡാർക്ക് റെഡ് വൈൻ കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത്. സീസണൽ അല്ല. ഇതിപ്പോൾ ഒരു പ്ലാന്റായിട്ട് എടുത്ത് കാണിക്കാൻ, നേരത്തെ മണിമുല്ലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവരാകെ ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വൈഗ്രസ് ആയിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നീളമുള്ള പ്ലാന്റ് തന്നെയായിരിക്കും. ഇത് പിന്നെ വള്ളി ആയതുകൊണ്ട് തന്നെ വളച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഒന്നും വരില്ല. പിന്നെ പ്രത്യേകം പറയാനുള്ളത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ 1 ഡേ ഫുള്ള് നിങ്ങളത് വെള്ളത്തിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നടാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് DTDC അതുപോലെ പ്രൊഫഷണൽ വഴിയാണ് നമ്മുടെ പ്ലാന്റ് കൊറിയർ ചെയ്യണത്. സ്പീഡ് പോസ്റ്റ് ഇല്ല. സ്പീഡ് പോസ്റ്റിൽ കുറച്ച് പ്രോബ്ലമൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പിന്നെ DTDC പ്രൊഫഷണൽ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലവേഴ്സ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ്. നല്ല ഡാർക്ക് വൈൻ റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന്. ഇതിലും കൂടുതൽ കളറുണ്ട്. നിറച്ച് പൂക്കൾ ഉണ്ടാവും. റേറ്റ് വരുന്നത് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 50 റുപ്പീസാണ്. 50 രൂപയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നമ്മുടെ പാഷൻ ഫ്രൂട്ടും ആയിട്ട് ചെറിയൊരു സാമ്യമുള്ള ഫ്ലവേഴ്സാണ്. പക്ഷെ നല്ല ഭംഗിയാണ്. നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വൈറ്റ് ബ്രൈഡൽ ബൊക്കേറ്റ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഈ കാണുന്നത് തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ള പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെന്നൈ പോയി വന്നപ്പോൾ പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പക്ഷേ ചില പ്ലാന്റ്സിനൊക്കെ കുറച്ച് പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗാർഡനിലുള്ള നമ്മുടെ പ്ലാന്റിനൊക്കെ കുറച്ച് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു പ്ലാന്റ് സൈസ്. ഇതിൻ്റെ വൈറ്റിന് വരുന്നത് 50 റുപ്പീസാണ്. യെല്ലോ ഉണ്ട്. യെല്ലോ വളരെ കുറച്ചേ ഉള്ളൂ. അതിന് വരുന്നത് 60 റുപ്പീസ് ആണ്. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ യെല്ലോ തരാൻ കാണുള്ളൂ. കാരണം കൂടി പോയി കഴിഞ്ഞാൽ ഒരു 8 or 10 അതിൽ കൂടുതൽ കാണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. ഈ കാണുന്നത് മുട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യെല്ലോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പോൾ ഇതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ യെല്ലോ ബ്രൈഡലിൻ്റെ ഫ്ലവേഴ്സ്. നല്ല ഭംഗിയാണ്. ലോ മെയിൻ്റെനൻസ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നോർമലായിട്ടുള്ളൊരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ വെള്ളം നനച്ചില്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന് 1-2 ദിവസമൊക്കെ നനച്ചില്ലെങ്കിൽ ഈ പ്ലാന്റിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷേ ഇപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്ലാന്റ്സിനൊക്കെ കെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വൈറ്റ് ഈ ബ്രൈഡൽ ബൊക്കെ എന്നൊക്കെ പറയുന്നത് സീസണൽ അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഫ്ലവേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ബ്രൈഡൽ ബൊക്കേറ്റൊക്കെ. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു വൈറ്റൊക്കെ കാണാനായിട്ട്. നല്ല സ്മെല്ലുമാണ്. യെല്ലോയ്ക്ക് അത്ര സ്മെല്ലില്ല കേട്ടോ. ഈ വൈറ്റിനാണ് സ്മെല്ല്. പക്ഷേ യെല്ലോയ്ക്കാണ് ഇപ്പോൾ ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ യെല്ലോയ്ക്ക് 60, വൈറ്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 50 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ ഒരു ഗിവ് അവേ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വ്ളോഗ്സും കാര്യങ്ങളൊക്കെ. അതിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഷോർട്സ് നിങ്ങളോട് ഷോർട്സിലൂടെ പറയുന്നതായിരിക്കും.
തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലുള്ള സപ്പോർട്ട് അതിലും തരിക. പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത് എന്താ ഒരു മുംബൈ വ്ളോഗൊക്കെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉടനെ വരുന്നതാണ്. പിന്നെ ഈ വീഡിയോ ആരെങ്കിലും ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇത്രയും കുറഞ്ഞ റേറ്റിൽ നമ്മൾ പ്ലാൻ തരുമ്പോൾ നമുക്കുള്ളൊരു സപ്പോർട്ടാണിത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഗീവ് അവേ വീഡിയോ എപ്പോഴും നമ്മൾ പറയാറുണ്ട് സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. നല്ല നല്ല പ്ലാൻസൊക്കെ നമ്മൾ ഗീവ് അവേയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നല്ല റേറ്റ് ഉള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെയുള്ള പുതിയ പ്ലാൻസും പുതിയ വെറൈറ്റീസും ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. കെയറിങ്ങും എല്ലാം നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.